ഡിസോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കൊലവിളി ഫേസ്ബുക്ക് പോസ്റ്റുമായി SFI സംസ്ഥാന സെക്രട്ടറി സാമൂഹ്യ മാധ്യമത്തിൽ അഴിഞ്ഞാടിയെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. 5 ഘട്ടങ്ങളിലായാണ് ആംബുലൻസിൽ വിദ്യാർത്ഥികൾ പോയത്. ഇതിൽ 1ാം ഘട്ടത്തിൽ ആംബുലൻസിൽ പോയ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. SFI ആക്രമിച്ചത് പരിക്കേറ്റവരുമായി പോയ ആംബുലൻസിനെയാണ്. പ്രതിരോധത്തിന്റെ ഭാഗമായി തിരിച്ചടിച്ചിട്ടുണ്ടെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. തുടർച്ചയായി ആക്രമണത്തിന് ഇരയാക്കപ്പെടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഈ കലോത്സവം തുടങ്ങുന്നതിന് കേവലം 2 ദിവസം മുൻപ് നിലവിൽ മരിച്ചു കിടക്കുന്ന മാധ്യമങ്ങളെ 2 ദിവസത്തിനകം ഉണർത്താനുള്ള പണി ഞങ്ങൾക്കറിയാം എന്ന ഫേസ്ബുക്ക് കുറിപ്പിടുന്നത് SFI സംസ്ഥാന സെക്രട്ടറിയാണ്. ആ വിഷ്വലിൽ വന്നിരിക്കുന്ന അതിനെ ആനന്ദിക്കുന്ന ഇതല്ല, ആ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ മീഡിയ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള മെഡിക്കൽ ടീമിലുള്ള വിദ്യാർത്ഥികൾ. അത് ഒരു ഘട്ടത്തിൽ ഈ 6 ട്രിപ്പ് ആംബുലൻസ് പോകുമ്പോൾ അതിൽ കേവലം ഒരു സീനിൽ മാത്രം വരുന്ന ഒരു ഇതാണ്. കേവലം 10 സെക്കൻഡിൽ മാത്രം താഴെയുള്ള ഒരു വിഷ്വൽ വെച്ചിട്ട് SFI കാരനായിട്ട് ഒരു വിദ്യാർത്ഥിയെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. അവൻ ICUയിൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ അവിടെ ആശുപത്രി കിടക്കുന്ന വിദ്യാർത്ഥി ആശിഷ് എന്ന് പറയുന്ന വിദ്യാർത്ഥി അല്ല അവിടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. SFI നൽകുന്ന ഈ ആക്രമണം എല്ലാം മേടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകണമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് പ്രതിരോധത്തിന്റെ ഭാഗമായി അവിടെ തിരിച്ചടിച്ചിട്ടുണ്ട്. ഏഷ്യക്കാർക്ക് എത്ര ആക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അതിൽ തിരിച്ചടികൾ ഉണ്ടാകില്ല എന്നൊരു ധൈര്യത്തിന്റെ പുറത്താണ് SFI കഴിഞ്ഞ കുറേയേറെ നാളുകളെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ആക്രമണം അഴിച്ചിടുന്നത്. ഒരു കാര്യം മാത്രം പറയുന്നു, ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചു പ്രതിരോധിച്ചിരിക്കും, തിരിച്ചടിച്ചിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവം മുടക്കാൻ തുടക്കം മുതലേ SFI പദ്ധതി ഇട്ടിരുന്നതായി തൃശൂർ മുൻ MP TN പ്രതാപൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരണം നഷ്ടമായതിലെ നിരാശ മൂലമാണ് SFI സംഘർഷമുണ്ടാക്കിയതെന്നും TN പ്രതാപൻ പറഞ്ഞു. കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവം മാളയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച ആ ദിവസം മുതൽ ആ കലോത്സവം പൊളിക്കുന്നതിന് വേണ്ടി SFI ബോധപൂർവമായ ഗൂഢാലോചന നടത്തിയിരിക്കുകയായിരുന്നു. 2 വിരോധമാണ് SFIക്കുള്ളത്. കോഴിക്കോട് യൂണിവേഴ്സിറ്റി കാലങ്ങൾക്ക് ശേഷം KSU, MSF, UDSF പിടിച്ചെടുത്തു. അതിനുള്ള SFIയുടെ നഷ്ടബോധം